ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോറിതമിൽ വരുന്ന 4th മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th മൊഡ്യൂളിൽ ക്ലിക്ക് ഇസ് NP കംപ്ലീറ്റ്, അതിൻ്റെ പ്രൂഫാണ്. ക്ലിക്ക് ഒരു NP കംപ്ലീറ്റ് പ്രോബ്ലം ആണ് എന്നതിൻ്റെ പ്രൂഫാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഒരു പ്രോബ്ലം NP കംപ്ലീറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആ പ്രോബ്ലം NP ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു നോൺ NP കംപ്ലീറ്റ് പ്രോബ്ലം എടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിലോട്ട് റെഡ്യൂസ് ചെയ്യണം ഇൻ പോളിനോമിയൽ ടൈം. ഈ രണ്ട് സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോബ്ലം NP കംപ്ലീറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൽ ക്ലിക്കാണ് NP കംപ്ലീറ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ക്ലിക്ക് പ്രോബ്ലം NP ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് ഇതിൽ 3 സാറ്റ് പ്രോബ്ലം ഇല്ലേ, 3 CNF സാറ്റും 3 സാറ്റും സെയിം ആണ്. അപ്പോൾ 3 സാറ്റ് പ്രോബ്ലത്തിന് ക്ലിക്കിലോട്ട് റെഡ്യൂസ് ചെയ്യണം ഇൻ പോളിനോമിയൽ ടൈം. അങ്ങനെ ഇത് രണ്ടും ചെയ്താൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് ക്ലിക്ക് ഇസ് NP കംപ്ലീറ്റ്. സോ ഫസ്റ്റ് ഇതാണ് ക്ലിക്കിനെ നമുക്ക് NP എന്ന് പ്രൂവ് ചെയ്യണം. NP എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ വെരിഫൈ ചെയ്താൽ മതി. നമുക്ക് സൊല്യൂഷൻ പോളിനോമിയൽ ടൈമിൽ കണ്ടുപിടിക്കാൻ പറ്റൂല NP പ്രോബ്ലത്തിന്, ബട്ട് വി ക്യാൻ വെരിഫൈ ദ സൊല്യൂഷൻ ഇൻ പോളിനോമിയൽ ടൈം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ്, നമുക്കൊരു ഗ്രാഫ് G കാണും, അതിൽ V സെറ്റ് ഓഫ് വേർട്ടിസസും E സെറ്റ് ഓഫ് എഡ്ജസും കാണും, ആൻഡ് ഒരു ഇൻറ്റീജർ K കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെദർ G കണ്ടെയ്ൻസ് എ ക്ലിക്ക് ഓഫ് സൈസ് K, ഈ K ഉള്ള സൈസിൽ ആ ഒരു ഗ്രാഫിൽ ക്ലിക്ക് ഉണ്ടോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ്, വിച്ച് ഇസ് കംപ്ലീറ്റ് സബ് ഗ്രാഫ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് സെറ്റിൽ ABC ആണ് ക്ലിക്കായിട്ട് കിട്ടുന്നതെങ്കിൽ ബി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം, AC ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം, അതേപോലെ ബിയും AC ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം, AB ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് വെദർ എവറി പെയർ ഓഫ് വേർട്ടിസസ് ഇൻ S ഹാസ് ആൻ എഡ്ജ് ബിറ്റ്വീൻ ദം. എല്ലാ പെയർ ഓഫ് വേർട്ടിസസിനും എഡ്ജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതിൽ അറ്റ്മോസ്റ്റ് K×K-1 ഡിവൈഡഡ് ബൈ 2 പെയർസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഓരോ പെയറിനും എഡ്ജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ടൈം എടുക്കുന്നത് ഓർഡർ ഓഫ് N അല്ലെങ്കിൽ ഓർഡർ ഓഫ് log N ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ടോട്ടൽ വെരിഫിക്കേഷൻ ടൈം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് K² ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർഡർ ഓഫ് N² ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പോളിനോമിയൽ ടൈമാണ്. സോ നമുക്ക് സിൻസ് വി ക്യാൻ വെരിഫൈ ദിസ് ഇൻ എ പോളിനോമിയൽ ടൈം, വി ക്യാൻ സേ ക്ലിക്ക് പ്രോബ്ലം ബിലോങ്സ് ടു ദ ക്ലാസ് NP. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് ഒരു എക്സാമ്പിളും കൊടുത്ത് സോൾവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ABCDEF ഈ ഒരു ഗ്രാഫാണ് എടുത്തേക്കുന്നത്. ഇതിൽ മൊത്തം 6 വേർട്ടിസസ് ആണ് ഉള്ളത്. ഇതിൻ്റെ ക്ലിക്ക് എന്ന് പറയുന്നത് ഇതാണ്, BCDE. ഇതാണ് ഇതിൻ്റെ ക്ലിക്ക്, BCDE. അപ്പോൾ ക്ലിക്ക് മാത്രം സെപ്പറേറ്റ് എടുത്ത് എഴുതി. ഇനി നമുക്ക് സൊല്യൂഷൻ വെരിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. B എടുക്കാം, BC ആയിട്ട് കണക്റ്റഡ് ആണ്, BC കണക്റ്റഡ് ആണ്, BD കണക്റ്റഡ് ആണ്, BEയും കണക്റ്റഡ് ആണ്. അടുത്ത C നോക്കാം, CB കണക്റ്റഡ് ആണ്, CD കണക്റ്റഡ് ആണ്, CE കണക്റ്റഡ് ആണ്. ഓക്കെ, അടുത്ത D നോക്കാം, DB കണക്റ്റഡ് ആണ്, DC കണക്റ്റഡ് ആണ്, DE കണക്റ്റഡ് ആണ്. ദെൻ E നോക്കാം, EB കണക്റ്റഡ് ആണ്, ദെൻ EC കണക്റ്റഡ് ആണ്, ED കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. സോ നമുക്ക് സൊല്യൂഷൻ വെരിഫൈ ചെയ്യാൻ പറ്റി. സൊല്യൂഷൻ വെരിഫൈഡ് സിൻസ് എവറി വേർട്ടെക്സ് ഹാവ് കണക്ഷൻ വിത്ത് അതർ വേർട്ടെക്സ് ഇൻ ദി സെറ്റ്. ഒരു സെറ്റിലുള്ള ഒരു ഇപ്പോൾ ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ എലമെൻറ്റിന് ബാക്കി എല്ലാ എലമെൻറ്റിനോടും കണക്ഷൻ ഉണ്ട്. സോ വി ക്യാൻ, നമ്മളിതിനെ വെരിഫൈ ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് ക്ലിക്ക് പ്രോബ്ലം ഇസ് NP. ഇനി സെക്കൻഡ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിനെ റെഡ്യൂസ് ചെയ്യണം. 3 CNF സാറ്റ് പ്രോബ്ലത്തിന് ക്ലിക്കിലോട്ട് റെഡ്യൂസ് ചെയ്യണം. അതും കൂടി ചെയ്താൽ നമുക്ക് പറയാം ക്ലിക്ക് ഇസ് NP കംപ്ലീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഈ 3NF സാറ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, പിന്നെ ക്ലിക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. സോ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കണം യൂസിങ് 3 CNF സാറ്റ് വെച്ചിട്ട് ഒരു ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ ഗ്രാഫിലെ വേർട്ടസസ് എന്ന് പറയുന്നത് ലിറ്ററൽസ് ആയിരിക്കും. ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ വേരിയബിൾസ് ലൈക്ക് ABC XYZ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേരിയബിൾസ് ആവാം, ആൻഡ് ആ വേരിയബിൾസിൻ്റെ നെഗേഷനും ആവാം. അപ്പോൾ വേർട്ടിസസ് ആയിട്ട് വരുന്നത് ലിറ്ററൽസ് ആയിരിക്കും. പിന്നെ എഡ്ജസ് ആയിട്ട് വരുന്നത് അതിൻ്റെ ക്ലോസസ് ആയിരിക്കും. എഡ്ജസിന് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരേ ക്ലോസിലുള്ള എലമെൻസിന് നമുക്ക് എഡ്ജസ് വരയ്ക്കാൻ പറ്റൂല. പിന്നെ ഇപ്പോൾ A ആണ് എടുക്കുന്നതെങ്കിൽ A കോംപ്ലിമെൻറ്റിന് നമുക്ക് എഡ്ജ് കൊടുക്കാൻ പറ്റൂല. ഓക്കെ, ത്രീ സെറ്റ് പ്രോബ്ലം എന്താണെന്ന് അറിയാം. 3 സെറ്റ് പ്രോബ്ലത്തിൽ നമുക്ക് 3 ക്ലോസസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഈക്വൽ ടു ഇപ്പോൾ ക്ലോസ് ആയിട്ട് എടുത്തേക്കുന്നത് ഇതാണ്.
phi is equal to x1 or x2 and x1 bar or x2 bar and x1 or x3. ഇതിലിപ്പോൾ ഇതൊരു ക്ലോസ് ആണ്, ഇതൊരു ക്ലോസ് ആണ്, ഇതൊരു ക്ലോസ് ആണ്. ഇപ്പോൾ x1 ആൻഡ് x2 ഇത് തമ്മിൽ എനിക്ക് കണക്ഷൻ എഡ്ജ് വരയ്ക്കാൻ പറ്റൂല. അതേപോലെ x1 ആൻഡ് x1 ബാർ ഇതിന് എനിക്ക് കണക്ഷൻ വരയ്ക്കാൻ പറ്റില്ല. ഒരു വേരിയബിളിൻ്റെ നെഗേഷൻ ആണെങ്കിൽ അതിന് എഡ്ജസ് വരയ്ക്കാൻ പറ്റൂല. ദെൻ സെയിം ക്ലോസിലുള്ള എലമെൻ്റ് ആണെങ്കിൽ എഡ്ജസ് വരയ്ക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻസ് വെച്ചോട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്രാഫ് വരയ്ക്കണം. ഇതിൻ്റെ ഫസ്റ്റ് ക്ലോസ് എടുക്കാം. ഫസ്റ്റ് ക്ലോസ് എന്താ? ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് x1 ഓർ x2 ആണ്. അതിലുള്ള ലിറ്ററൽസ് ആണ് x1ഉം x2ഉം. അപ്പോൾ അതെടുത്ത് എഴുതാം. ഇവിടെ x1 എഴുതി, ഇവിടെ x2 എഴുതി. ഇനി അടുത്ത ക്ലോസിലുള്ളത് x1 ബാറും x2 ബാറും. അപ്പോൾ ഇവിടെ x1 ബാർ എഴുതി, ഇവിടെ x2 ബാർ എഴുതി. ദെൻ ലാസ്റ്റ് ക്ലോസ് ആണ് x1 x3. ഇവിടെ x1 എഴുതി, ഇവിടെ x3 എഴുതി. ഇനി ഈ 3 സാറ്റ് പ്രോബ്ലത്തിൽ 3 ക്ലോസസ് വേണം. ബട്ട് ക്ലോസസിൻ്റെ അകത്തുള്ളത് 3 തന്നെ വേണമെന്നില്ല. അറ്റ്മോസ്റ്റ് 3 വരെ വരാം. ഓക്കെ, ഇനി നമ്മൾ വേർട്ടസസ് ഒക്കെ ഇപ്പോൾ എടുത്ത് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വി നീഡ് ടു ഡ്രോ ദി എഡ്ജസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ആദ്യം എക്സ് ഉണ്ട്, x1ഉം x1 ബാർ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, അത് നെഗേഷനാണ്. പിന്നെ ഇപ്പോൾ ഇത് സെയിം ക്ലോസ് ആണ്, ഇത് സെയിം ക്ലോസ് ആണ്, ഇത് സെയിം ക്ലോസ് ആണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് എഡ്ജസ് വരയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ x1 ബാർ പറ്റൂല, നെഗേഷനാണ്. പിന്നെ x1 x2 ബാർ അതിന് വരയ്ക്കാം. x1 ആൻഡ് x2 ഡിഫറെൻറ്റ് വേരിയബിൾ അല്ലേ, അപ്പോൾ അതിൻ്റെ നെഗേഷൻ വന്നാൽ വരയ്ക്കാം. x1 ആൻഡ് x1 ബാർ വന്നാൽ മാത്രമേ എഡ്ജ് വരയ്ക്കാൻ പാടില്ല എന്നുള്ളൂ. ഇത് x1 ആണ്, ഇത് x1 ആണ്, അതിന് നമുക്ക് വരയ്ക്കാം. പിന്നെ ഇത് x1, ഇത് x3, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എഡ്ജ് വരയ്ക്കാം. അതേപോലെ x2 നോക്കാം. x2 x1 ബാർ വരയ്ക്കാം. x2 ബാർ ഇവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ x2 x1 ഇത് നമുക്ക് വരയ്ക്കാം. x2 x3 ഇവിടെ നമുക്ക് വരയ്ക്കാം. അതേപോലെ x1 ബാർ x1 അത് പറ്റൂല, ഇത് ഓൾറെഡി വരച്ചു. ദെൻ x1 ബാർ x1 അത് നമുക്ക് വരയ്ക്കാൻ പറ്റൂല. x1 ബാർ x3 ഇതിന് നമുക്ക് വരയ്ക്കാം. അതേപോലെ ഇത് x2 ബാർ ഇത് വരച്ചു, ഇത് വരയ്ക്കാൻ പറ്റൂല. x2 ബാർ ആൻഡ് x1 ഇത് വരയ്ക്കാം. ദെൻ x2 ബാർ ആൻഡ് x3 ഇതും വരയ്ക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫിൽഡായി. x1 x2 ബാർ വരയ്ക്കാം, ബട്ട് x1 ബാർ വരയ്ക്കാൻ പറ്റില്ല. ഇത് ഓൾറെഡി വരച്ചിട്ടുണ്ട്, കണക്ഷൻ ഉണ്ട്. പിന്നെ ഇതിനും കണക്ഷൻ ഉണ്ട്. അതേപോലെ x3 എടുക്കുകയാണെങ്കിൽ x2 ബാർ കണക്ഷൻ ഉണ്ട്, x1 ബാർ ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, നമ്മളുടെ ഗ്രാഫ് റെഡി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രാഫിൻ്റെ ക്ലിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ ക്ലിക്ക് കണ്ടുപിടിക്കുമ്പോൾ ഇതാ ഇത് x2 x1 x3 ഇതൊരു ക്ലിക്ക് അല്ലേ. x2 x1 ബാർ x3 ഇതിനെ നമുക്ക് ഒരു ക്ലിക്കായിട്ട് കൺസിഡർ ചെയ്യാലോ. x1 ബാർ x2 x3 ഇതിനെ ഒരു ക്ലിക്കായിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് x2 is connected with x1 bar and x3 is connected with x2 and x1 bar and x1 bar is connected to x2 and x3. ഓക്കെ, അപ്പോൾ ഈ 3 വേർട്ടിസസും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ടു ഈച്ച് അതാരാണ്. ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഇനി ഇതിൽ കൂടുതൽ ക്ലിക്കൊക്കെ കാണാൻ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിക്ക് മാത്രം എടുത്താൽ മതി. ഇനി സാറ്റിൻ്റെ കണ്ടീഷൻ എന്താ? സാറ്റിൻ്റെ കണ്ടീഷൻ ഈ ഒരു ഫോർമുല ട്രൂ ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈബിൾ ആണ്, ഫോൾസ് ആണെങ്കിൽ അത് സാറ്റിസ്ഫൈബിൾ അല്ല. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എന്താണ്? x1 ബാർ x2 x3 ഈ 3 വേരിയബിൾസിനും 1 കൊടുക്കാം. എന്ത് ഇക്വേഷൻ? നമ്മളുടെ ഇക്വേഷൻ ഇല്ലേ, നമ്മളുടെ ഇക്വേഷൻ x1 ഓർ x2 ആൻഡ് x1 ബാർ ഓർ x2 ബാർ ആൻഡ് x1 ഓർ x3 ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ക്ലിക്കിൽ കിട്ടിയിരിക്കുന്നത് x1 ബാർ x2 ആൻഡ് x3 ഇതാണ് നമുക്ക് ക്ലിക്കിലുള്ള വേർട്ടിസസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷനിൽ ഫൈ ഈസ് ഈക്വൽ ടു ഇതല്ലേ, ഈ ഒരു ഇക്വേഷനിൽ ഈ വേരിയബിൾസിനെല്ലാം വാല്യൂ നമ്മൾ 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ x1 ഇല്ല, അപ്പോൾ x1 ഓർ x2 ഉണ്ട്, x2ന് 1 ഇട്ട് കൊടുക്കുക. ആൻഡ് x1 ബാർ ഉണ്ട്, x1 ബാറിന് 1 ഇട്ട് കൊടുക്കുക. 1 ഓർ x2 ബാർ ഇല്ല, അപ്പോൾ x2 ബാർ. ആൻഡ് x1 ഇല്ല, അപ്പോൾ x1 ഓർ x3 ഉണ്ട്, അതിന് 1 ഇട്ട് കൊടുക്കുക. ഇനി സോൾവ് ചെയ്യാം. എനി നമ്പർ ഓർ 1 അത് ചെയ്യുമ്പോൾ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. 1 ആൻഡ് ഇതിലും 1 ഓർ എനി എലമെൻറ്റ് 1 ആയിരിക്കും കിട്ടുന്നത്. ഇതിലും എനി എലമെൻറ്റ് ഓർ 1 ചെയ്യുമ്പോൾ 1 ആയിരിക്കും കിട്ടുന്നത്. 1 × 1 × 1 എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ 1 എന്ന് പറയുമ്പോൾ ട്രൂ അല്ലേ, ഇതിൻ്റെ സൊല്യൂഷൻ അപ്പോൾ നമുക്ക് ട്രൂ എന്ന് കിട്ടി. അപ്പോൾ വിച്ച് മീൻസ് ദ ഇക്വേഷൻ ഇസ് സാറ്റിസ്ഫയബിൾ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? 3 സാറ്റ് പ്രോബ്ലത്തിന്
ക്ലിക്കിലോട്ട് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് അതിനെ സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷനും സാറ്റിസ്ഫയബിൾ എന്ന് കിട്ടി. Thus, we have shown a polynomial time reduction from 3 CNF SAT problem to the clique problem. For any CNF formula, we constructed a graph where each clause contributes one group of vertices, edges connected only non-contradictory literals from different clauses. A satisfying assignment to the 3 set instance exists if and only if the constructed graph contains a clique of size equal to the number of clauses. Number of clauses നമ്മൾ എത്രയാണ് എടുത്തത്? 3. നമുക്ക് കിട്ടിയ ക്ലിക്കിൻ്റെ സൈസ് എത്രയാണ്? 3. രണ്ടും ഈക്വൽ അല്ലേ? ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമുലയ്ക്ക് സാറ്റിസ്ഫൈബിൾ ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് കിട്ടും. Okay, this proves that 3CNF SAT is reduced to clique. We can reduce 3NF SAT to clique. So, ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്തേക്കുന്നത്? ക്ലിക്ക് പ്രോബ്ലം NP പ്രോബ്ലം ആണെന്ന് പ്രൂവ് ചെയ്തു, പിന്നെ NP ഹാർഡ് എന്നും പ്രൂവ് ചെയ്തു. ദസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ക്ലിക്ക് ഡിസിഷൻ പ്രോബ്ലം ഇസ് NP കംപ്ലീറ്റ്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം എന്താണ് എടുത്തത്? 3CNFൻ്റെ ലിറ്ററൽസും എഡ്ജസും എടുത്തു, എന്നിട്ട് അതിനൊരു ഇക്വേഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരച്ചത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ സെയിം ക്ലോസിലുള്ളത് തമ്മിൽ എഡ്ജസ് വരാൻ പാടില്ല. പിന്നെ X1 ആണെങ്കിൽ X1 ബാർ വന്നാൽ അവിടെയും എഡ്ജസ് വരാൻ പാടില്ല. കോംപ്ലിമെൻറ്റ്സിന് എഡ്ജസ് പോകാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കണം, എന്നിട്ട് ആ ഗ്രാഫിൻ്റെ ക്ലിക്ക് കണ്ടുപിടിക്കണം. ആ ക്ലിക്കിൻ്റെ സൈസും നമ്മളുടെ ക്ലോസിൻ്റെ സൈസ്, നമ്പർ ഓഫ് ക്ലോസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫയബിൾ അസൈൻമെൻറ്റ് കിട്ടും. എന്നിട്ട് അത് ക്ലിക്ക് കിട്ടിയാൽ അത് വെച്ചിട്ട് നമ്മളുടെ ഇക്വേഷൻ സാറ്റിസ്ഫയബിൾ ആണോ എന്ന് നോക്കുക. സാറ്റിസ്ഫയബിൾ ആണെങ്കിൽ എല്ലാം ഓക്കെ ആണ്, നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതിയിട്ട് ഹെൻസ് പ്രൂവ്ഡ് എന്ന് കാണിച്ചാൽ മതി. നമ്മൾ സക്സസ്ഫുള്ളി ക്ലിക്ക് പ്രോബ്ലം NP കംപ്ലീറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ട് നെറ്റ്വർക്ക് ഫ്ലോസ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്